ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി PN. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രഭാവതി PN എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ മാത്രമേ അറിയുള്ളൂ, എന്നെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം ഞാനത് ഒരു ചെറിയൊരു ചെറിയൊരു കഥയിലൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. പിന്നീട് ഓരോ വീഡിയോസിലായിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്നെ ഫുള്ളായിട്ട് ഞാൻ പരിചയപ്പെടുത്തരാം. ലുപ്പിച്ച് വെച്ച് ഞാൻ ആദ്യം വാങ്ങിയ ഫോൺ ഞാനൊന്ന് കാണിക്കാതെ. ഈ ഫോൺ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത് എൻ്റെ അധ്വാനം, ഞാൻ അധ്വാനിച്ച് ആഗ്രഹിച്ച് ആവശ്യപ്പെട്ട്, എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇത് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയൊരു ഫോണാണിത്. ഇങ്ങനെ ഇതുപോലെ ആ സമയത്ത് ഫോണിന് വേണ്ടി ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇത് കാണുന്നുണ്ട്, അവർക്കൊക്കെ ആ കാലം ഓർമ്മ വരും. കാരണം ഈ ഒരു ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കത് ആവശ്യമായിരുന്നു. എൻ്റെ മക്കളെ ഒന്ന് വിളിക്കാൻ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ വിളിച്ച്, അയൽവക്കത്തെ വീട്ടിലാണ് മക്കൾക്ക് എടുക്കാനുള്ള ഫോൺ, വീട്ടിൽ ഫോണൊന്നുമില്ല. പക്ഷെ അയൽവക്കത്തെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് എനിക്ക് വിളിക്കാൻ ഈ ഒരു ഫോൺ ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഫോണാണിത്. ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇന്നത് ചേർത്ത് വെച്ച്. അങ്ങനെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫോൺ ഇതാകട്ടോ, ആദ്യമായിട്ട് വാങ്ങിയ ഫോണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഇതുണ്ട്. ഈ ഫോണും ഞാൻ കഷ്ടപ്പെട്ട് തന്നെ വാങ്ങിയതാണ്. രണ്ടാമത്തെ ഫോൺ, ആ ഫോൺ കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാനിത് വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ഫോണ്. ഈ ഫോണ് വാങ്ങിയത് ഞാനല്ല, എൻ്റെ മകളാണ്. അവൾക്ക് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ അവൾ ആ ശമ്പളം കൊണ്ട് വാങ്ങിയ ഫോണാണ് അവൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ അവൾക്ക് വേറൊരു ഫോൺ വാങ്ങിയപ്പോൾ ഇത് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അവൾ ഉപയോഗിച്ച ഫോണ് മൂന്നാമതായിട്ട് ഉപയോഗിച്ചത്. പിന്നെ നാലാമതായിട്ടൊരു ഫോൺ എനിക്ക് അവൾ പുതിയത് വാങ്ങിത്തന്ന ഫോണ്. അത് ഇന്നൊരു ഹിസ്റ്ററി ഉണ്ട്, അത് ഞാൻ പറയാം. അത് അടുത്ത വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അത് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒപ്പം പോന്നാൽ മാത്രമേ എൻ്റെ കാര്യങ്ങളും എൻ്റെ കഥകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി എൻ്റെ അഞ്ചാമത്തെ ഫോൺ. ഈ ഫോൺ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എനിക്ക് മോള് വാങ്ങി തന്നു തന്നെയാണ്. പിന്നെ മോളാണോ മോനാണെന്ന് എനിക്കറിയില്ല, ആരോ വാങ്ങി തന്നാണ്, ഓർക്കുന്നില്ല. മക്കൾ ആരോ വാങ്ങി തന്നാണ്. ഈ ഫോണിൻ്റെ കമ്പനി പോലും എനിക്കറിയില്ല. ഇത് ഗൾഫിൻ്റെ സാധനമാണെന്ന് എനിക്കറിയില്ല. മോൻ ചെറുതിലെ ഗൾഫിൽ പോയതാണ്, ഇനി അവിടെ നിന്ന് കൊണ്ടുവന്നാണ്, ഞാൻ ഓർക്കുന്നില്ല. ഈ ഫോണാണ് എൻ്റെ അഞ്ചാമത്തെ ഫോണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കംപ്ലൈൻ്റ് ആയപ്പോൾ എനിക്ക് മകൾ ഈ ഫോൺ വാങ്ങി തന്നു. ഇത് റിയൽമി എന്ന് പറഞ്ഞ ഫോണാണ്. ഇതെൻ്റെ ആറാമത്തെ ഫോണ്. ഇത് നിലത്ത് വീണിട്ട് പിന്നെ പൊട്ടിപ്പോയി. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കൊള്ളാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് അവൾ വെക്കേഷൻ വന്ന സമയത്ത് എനിക്ക് അവളുടെ ഒരു ഫോണ് അവൾ എനിക്ക് തന്നിട്ട് അവൾ പുതിയ ഫോൺ വാങ്ങി. ശരിക്കും അങ്ങനെ തന്നെയല്ല എല്ലാ മക്കളും ചെയ്യുക. അമ്മമാർക്ക് പഴയതൊക്കെ ഇരിക്കട്ടെ എന്ന് പറയും. എന്തായാലും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് തന്ന ഫോണാണിത്. ഇതും റെഡ്മിയുടെ തന്നെ, റിയൽമി അങ്ങനെ ഒരു കമ്പനിയുടെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവളെനിക്ക് ആ ഫോൺ അവിടെ ഉള്ളപ്പോൾ തന്നെ എനിക്കൊരു ഫോണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആശാത്തി വാങ്ങി തന്നാണിത്. ഇതും റെഡ്മിയാണ്. റെഡ്മിയുടെ തന്നെ ഒരു ഫോണ് കണ്ടോ. കൂടുതൽ ഇവിടെ റെഡ്മി ഫോൺ തന്നെയാണ് അവൾ എനിക്ക് വാങ്ങി തന്നിരുന്നത്. എന്താണെന്ന് അറിയത്തില്ല, അതിന് പൈസ കുറവാണോ എങ്ങനെ എനിക്കറിയില്ല. അവളൊരു ഫ്രണ്ട് ഉണ്ട്, അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുമ്പോൾ റെഡ്മി വാങ്ങി കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ എനിക്ക് റെഡ്മിയാണ് കുറേ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിത്തന്ന ഫോണാണ് ഇത് ഈ 2 വർഷം മുമ്പ് വാങ്ങിയ ഫോണാണ്. ഇതും റെഡ്മി തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ്. അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ ഫോണിൽ നിന്നാണ്. അപ്പോൾ ഈ ഫോണിനും ഒരു കഥയില്ലേ പറയാൻ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഫോണാണ് എൻ്റെ ഈ ഫോൺ. എല്ലാവരും കണ്ടോ കേട്ടോ. അപ്പോൾ ഇതിനും ഒരു കഥയുണ്ട്. അപ്പം ഇങ്ങനെ എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന കുറച്ച് ഫോണുകളാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഈ ഫോണുകൾ വെച്ച് തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എൻ്റെ ലൈഫ് ഏകദേശം എങ്ങനെയായിരുന്നു എന്ന്, അല്ലേ? അപ്പോൾ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്. അതിനകത്ത് കുറേ സംഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ലൈഫിലുണ്ടായത് പോലെ ആയിരിക്കാം, ചിലപ്പോൾ അത് എനിക്ക് മാത്രമുള്ള കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഞാൻ അതൊക്കെ ഓരോന്നായിട്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ ഈ യൂട്യൂബ് മുമ്പോട്ട് പോകുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് കുറേ. എല്ലാവരോടും എനിക്ക് കുറേ പറയാനുണ്ട്, അത് ഞാൻ പറഞ്ഞിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ 4ാമത്തെ ഫോണിൻ്റെ കഥയും പുതിയൊരു ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഫോണ് വാങ്ങിയിട്ട് അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഏത് ഫോണാണ് വാങ്ങേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം. എനിക്കൊരു നല്ല ഫോൺ വേണം.
എനിക്ക് വീഡിയോസും പിന്നെ ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ ഫോൺ ഞാൻ അവസാനത്തെ ഫോൺ കാണിച്ചല്ലോ, 10,000 രൂപ വിലയുള്ള ഫോണാണ്, അത് പറ്റുന്നില്ല. അപ്പം ഞാൻ ഏത് ഫോണാണ് വാങ്ങേണ്ടത് നിങ്ങൾ കമൻറ്റിൽ വന്ന് എന്നോട് പറയണം. അപ്പം ഞാൻ അത് നോക്കിയിട്ട് ഷോപ്പിൽ പോയിട്ട് നല്ലൊരു ഫോൺ വാങ്ങണം. അപ്പം അടുത്ത വീഡിയോ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.